Within here, welcome to Hackney Solution with Kitchen. This is our HTML5 series in 4th video. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ എങ്ങനെ ഇമേജ് പാരഗ്രാഫും ഹെഡിങ്ങും ഒക്കെ HTML ഡോക്യുമെന്റിലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ HTML ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആൻഡ് സ്റ്റൈലിംഗ് ആണ് നോക്കുന്നത്. അതായത് HTMLന്റെ ടെക്സ്റ്റിനെ എങ്ങനെ കൂടുതൽ സ്റ്റൈലായിട്ട് കൊടുക്കാം, എങ്ങനെ ഫോണ്ട് ടൈപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഫോണ്ടിന്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു HTML ഡോക്യുമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം, എങ്ങനെ ടെക്സ്റ്റിന്റെ കളർ ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ഫാമിലി എങ്ങനെ ചേഞ്ച് ചെയ്യാം, ടെക്സ്റ്റിന്റെ സൈസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ടെക്സ്റ്റ് അലൈൻമെന്റ് എങ്ങനെ മാറ്റാം. അതിനാദ്യമായി നമുക്ക് പ്രധാനമായും നോക്കാനുള്ളത് സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആണ്. ഈ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറും അതേപോലെ ഫോണ്ടിന്റെ കളറ്, ഫോണ്ട് ഫാമിലി, ഫോണ്ടിന്റെ സൈസ് ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നത് സ്റ്റൈൽ ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് HTML5 നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റൈൽ ആട്രിബ്യൂട്ടിന്റെ സിന്റാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റൈൽ ഈക്വൽ ടു ഫുൾ കോട്ട്സിനകത്ത് പ്രോപ്പർട്ടി ഫുൾ കോളൻ വാല്യൂ. ഇവിടെ നോക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ബോഡി ടാഗിനുള്ളിലായിട്ടാണ് ഈ ആട്രിബ്യൂട്ട് കൊടുത്തിരിക്കുന്നത്. ബോഡി ടാഗ് ഓപ്പൺ സ്റ്റൈൽ ഈക്വൽ ടു കോട്ട്സിനുള്ളിൽ ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ ഫുൾ കോളൻ യെല്ലോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് HTML ഡോക്യുമെന്റ്, അതായത് നമ്മളുടെ HTML ഡോക്യുമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആയിട്ട് മാറും. ഇവിടെ പ്രോപ്പർട്ടി ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ എന്നുള്ളതാണ്, അതുപോലെ വാല്യൂ യെല്ലോ ആണ്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റൈൽ ആട്രിബ്യൂട്ട് ആണ്. അത് ഹെഡിങ് ടാഗിനുള്ളിലും പാരഗ്രാഫ് ടാഗിനുള്ളിലും രണ്ട് രീതിയിൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. H1 ടാഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഹെഡിങ് ടാഗാണ്, ലാർജ് സൈസിൽ ഹെഡിങ് വരാൻ വേണ്ടിയിട്ടുള്ള ടാഗാണ്. ഇവിടെ നോക്കാം, സ്റ്റൈൽ ഈക്വൽ ടു കളർ ഫുൾ കോളൻ ഗ്രീൻ. ദിസ് ഈസ് എ ഹെഡിങ്. പാരഗ്രാഫ് ടാഗിനുള്ളിൽ സ്റ്റൈൽ ഈക്വൽ ടു കളർ ഫുൾ കോളൻ റെഡ്. ദിസ് ഈസ് എ പാരഗ്രാഫ്. ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈസ് ചേഞ്ച് ചെയ്യുന്ന സ്റ്റൈൽ ആട്രിബ്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ബോഡി ടാഗിനുള്ളിൽ സ്റ്റൈൽ ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ ഗ്രീൻ. ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ സ്റ്റൈൽ ആട്രിബ്യൂട്ട് തന്നെ ഇവിടെ വീണ്ടും വിളിച്ചിരിക്കുകയാണ്. ഹെഡിങ് ടാഗിനുള്ള സ്റ്റൈൽ ഈക്വൽ ടു ഫോണ്ട് ഹൈഫൺ സൈസ് ഫുൾ കോളൻ 300% എന്നും, അതേപോലെ പാരഗ്രാഫ് ടാഗിനുള്ള സ്റ്റൈൽ ഈക്വൽ ടു ഫോണ്ട് സൈസ് ഫുൾ കോളൻ 160% എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാൻ വേണ്ടിയുള്ള സ്റ്റൈൽ ആട്രിബ്യൂട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. H1 സ്റ്റൈൽ ഈക്വൽ ടു ടെക്സ്റ്റ് അലൈൻ ടെക്സ്റ്റ് ഹൈഫൺ അലൈൻ ഫുൾ കോളൻ സെൻറ്റർ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിനുള്ളിൽ കൊടുക്കുന്ന, അതായത് ഈ H1 ടാഗിനുള്ളിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് സെൻറ്ററായിട്ട് അലൈൻ ചെയ്യും. ഇനി നമുക്ക് ഓരോന്നായി നമ്മളുടെ സാമ്പിൾ ഡോക്യുമെൻ്റ്, അതായത് നമ്മുടെ ബേസിക് HTML ഡോക്യുമെൻറ്റിൽ കൊടുത്തിട്ട് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ഒരു ബേസിക് HTML ഡോക്യുമെൻ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇന്ന് പഠിച്ച നമ്മുടെ സ്റ്റൈൽ ആട്രിബ്യൂട്ട്സിന് കൊടുത്തു നോക്കാം, എന്താണ് ഇതിൻ്റെ ചേഞ്ച് എന്ന് കൊടുത്തു നോക്കാം. ആദ്യമായി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബോഡി ടാഗിനുള്ളിലുള്ള സ്റ്റൈൽ ആട്രിബ്യൂട്ടിനെ കൊടുക്കാം. സ്റ്റൈൽ ഈക്വൽ ടു കോട്ട്സിനുള്ളിൽ ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ ഫുൾ കോളൻ യെല്ലോ. ഇത് കൊടുത്തതിന് ശേഷം എന്താണ് ഈ ഡോക്യുമെൻ്റ് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ സേവ് ചെയ്യുന്നു, ജസ്റ്റ് റീഫ്രഷ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ കാണാം, ബാക്ക്ഗ്രൗണ്ട് കളർ, ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡിങ് ടാഗിനുള്ളിൽ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റൈൽ ആട്രിബ്യൂട്ടോടെ കൊടുത്തു നോക്കാം. ഇവിടെ ഞാൻ കൊടുത്തു സ്റ്റൈൽ ഈക്വൽ ടു കോട്ട്സിനുള്ളിൽ കളർ ഫുൾ കോളൻ ഗ്രീൻ എന്ന് കൊടുത്തു. വീണ്ടും സേവ് ചെയ്തു.
റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാക്നി സൊല്യൂഷൻസ് എന്നുള്ള H1 ടാഗ്, H1 ഹെഡിങ് ഗ്രീൻ കളറിലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാരഗ്രാഫ് ടാഗിനുള്ളിൽ കൊടുത്തു നോക്കാം. പാരഗ്രാഫ് ടാഗിനുള്ളിൽ സ്റ്റൈൽ ആട്രിബ്യൂട്ട്സ് കളർ റെഡെന്ന് കൊടുത്തു നോക്കാം. റെഡ്. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പാരഗ്രാഫ് റെഡ് കളറിലായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറും ടെക്സ്റ്റിൻ്റെ കളറും ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റൈലാണ്. ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസും ഫോണ്ട് ഫാമിലിയും ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഫോണ്ട് ഫാമിലി ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ H1 ടാഗിനുള്ളിൽ ഫോണ്ട് ഫാമിലി ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഈ ഹാക്നി സൊല്യൂഷൻ എഴുതിയിരിക്കുന്ന ഫോണ്ടിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ പോവാം. ഇവിടെ നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റൈൽ ഈക്വൽ ടു കോഡ്സിനുള്ളിൽ ഫോണ്ട് ഹൈഫൺ ഫാമിലി ഫുൾ : കൊറിയൻ. കൊറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണ്ട് ടൈപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് ടൈപ്പ് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ ചേഞ്ച് വരും. നമുക്കിവിടെ സേവ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ ഡോക്യുമെൻ്റ് ബ്രൗസർ റീഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹാക്നി സൊല്യൂഷൻ എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് അതിൻ്റെ ഫോണ്ട് ടൈപ്പ് ചേഞ്ച് ചെയ്തിരിക്കും. കൊറിയൻ ടൈപ്പിലേക്ക് മാറി. ഇനി നമുക്ക് ഈ സെയിം ഡോക്യുമെൻറ്റിൽ തന്നെ എങ്ങനെ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ H1 ടാഗിൽ തന്നെ കൊടുക്കുകയാണ്. സ്റ്റൈൽ ഈക്വൽ ടു കോഡ്സിനുള്ളിൽ ഫോണ്ട് ഹൈഫൺ സൈസ് ഈക്വൽ ടു അല്ല ഫുൾ : 300% എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ സേവ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഫോണ്ടിൻ്റെ സൈസ് കൂടിയിട്ടുള്ളതായിട്ട് കാണാം. ഇനി നമുക്ക് എങ്ങനെ ഈ ഫോണ്ടിനെ അലൈൻ ചെയ്യാം, സെൻറ്ററായിട്ടോ ലെഫ്റ്റായിട്ടോ ഒക്കെ എങ്ങനെ അലൈൻ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഡോക്യുമെൻറ്റിനുള്ളിൽ ഞാൻ പാരഗ്രാഫ് ടാഗിനുള്ളിൽ ഈ പാരഗ്രാഫിനെ സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാൻ നോക്കുകയാണ്. കൊടുത്തു സ്റ്റൈൽ ഈക്വൽ ടു ടെക്സ്റ്റ് ഹൈഫൺ അലൈൻ ഫുൾ : സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സേവ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ ഈ പാരഗ്രാഫിനെ നമുക്ക് അലൈൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. സെൻറ്ററായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഒരു HTML ഡോക്യുമെൻറ്റ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം, ഫോണ്ടിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ സൈസ് എങ്ങനെ കൂട്ടാം, ടെക്സ്റ്റ് അലൈൻമെൻറ്റ് എങ്ങനെ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക.